ബീജാപൂരിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്നതിൽ രണ്ടാം സ്ഥാനത്തുള്ള ഒരു സ്ഥലമായ ഇബ്രാഹിം റോസയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. 25 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ടിക്കറ്റ് എടുത്തിട്ട് ഈ ഉദ്യാനത്തിലൂടെ നടന്നു വേണം നമ്മൾ അകത്തേക്ക് പോകാനായിട്ട്. നടപ്പാത ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നടുക്കുകൂടെ. ആ കാണുന്നതാണ് ഇബ്രാഹിം റോസ. അപ്പോൾ ഞങ്ങളതിൻ്റെ ഏകദേശം അടുത്തെത്തിയിരിക്കുകയാണ്. ആ ചെറിയ വാതിലിലൂടെ കടന്നു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. മതിൽക്കെട്ടിനുള്ളിലാണ് ഇബ്രാഹിം റോസ സ്ഥിതി ചെയ്യുന്നത്. നല്ല തടിവാതിലാണ്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തടിവാതിലാണ്. നല്ലൊരു തഴികക്കുടമൊക്കെ ഉണ്ട് ഇവിടെ മേളിൽ. ഞങ്ങൾ പുറത്തിറങ്ങി അതിലെ കൂടെ കയറി പുറത്തിറങ്ങിയിരിക്കുകയാണ്. മതിൽക്കെട്ടിനുള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിലാണ് 2 ബിൽഡിംഗ് ഉള്ളത്. കെട്ടിടങ്ങൾ 2 ഉണ്ട്. അതിൽ ഒരെണ്ണത്തിലാണ് ആദിൽ ഷാഹിയുടെ ഖബറിസ്ഥാനൊക്കെ ഉള്ളത്. രണ്ടാമത്തതൊരു പള്ളിയാണ്, നിസ്കാര പള്ളിയാണതിൽ. തെക്കേ ഇന്ത്യയുടെ, സൗത്ത് ഇന്ത്യയിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഡെക്കാൻ പീഠഭൂമിയാണ് ഇത്. ഡെക്കാണിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഇബ്രാഹിം റോസ. റോസ എന്ന് പറഞ്ഞാൽ പൂന്തോട്ടമാണ്. ഈ രണ്ടും ഓപ്പോസിറ്റാണ്. ഈ പള്ളിയും ഖബറിസ്ഥാനും ഇവിടെ ആൾക്കാർ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും ഓപ്പോസിറ്റായിട്ടാണ്. നടുക്കൊരു പോണ്ടൊക്കെ ഉണ്ട്. അവിടെ ജലധാര യന്ത്രം ഉണ്ടായിരുന്നു കാണും അന്നത്തെ കാലത്ത്. ഇപ്പം ഞങ്ങൾ അകത്ത് കടന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ്റെയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പത്നിയായ പത്നിയുടെയും ശവകുടീരം ഇതിനുള്ളിലാണ്. 1627-28 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഒരു കെട്ടിടമാണ് ഈ കാണുന്നത്. ഇത് 2 വരാന്തയുണ്ട്. 2 വരാന്ത 4 ചുറ്റമായിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ ശവകുടീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ശവകുടീരങ്ങൾ ഉണ്ട്. അദ്ദേഹത്തിൻ്റെയും ആദിൽ ഷായുടെയും അദ്ദേഹത്തിൻ്റെ പത്നിയുടെയും മക്കളുടെയൊക്കെ ശവകുടീരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെയാണ് ശവകുടീരങ്ങൾ. എല്ലാം ഒന്നാം തരം നിർമ്മിതിയാണിത്. നല്ല വർക്കുകൾ നടത്തിയിട്ടുണ്ട്. ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ് ഈ 2 ആ കാണുന്നതൊക്കെ ജയിലുകളാണെന്ന് തോന്നുന്നു. ആൾക്കാർ തടവുള്ളികളെ പാർപ്പിക്കാനുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കാരാഗൃഹങ്ങൾ കണക്കാണ് തോന്നുന്നത് കാണുന്നത്. ആ മതിൽ കണക്ക് കിടന്ന സ്ഥലത്തിൻ്റെ അടിയിൽ ഈ കാരാഗൃഹങ്ങളായിരുന്നാണ്, അല്ലെങ്കിൽ താമസ സ്ഥലങ്ങളായിരുന്നാണ്.
ഇവിടെ പള്ളിയാണ് ഈ കാണുന്നത്. അതിൻ്റെ ശവകുടീരത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ പള്ളിയുള്ളത്. ഇവിടെ ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിസ്കാരമൊന്നുമില്ല. പണ്ട് ഇവിടെ നിസ്കാരമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇത് ഞങ്ങൾ ബേസ്മെൻറ്റിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ താഴെയുള്ള ഭാഗത്താണ് അതിൻ്റെ ബേസ്മെൻറ്റ്. ഈ തൂണിലൊക്കെയാണ് ആ ബിൽഡിങ്, മേലുള്ള ബിൽഡിങ് താങ്ങി നിർത്തിയിരിക്കുന്ന ഘടനയാണ്. അതിൻ്റെ താഴത്തുള്ള ഭാഗമാണ്. നല്ല ആർച്ചുകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇവിടെ നിന്ന് കടന്ന് അപ്പുറത്തേക്ക് എത്താവുന്ന സ്ഥലങ്ങളുണ്ട്. ഒരു തുരങ്കം കണക്കുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിലൊന്നാണ് ഈ കാണുന്നത്. ഇതാണ് തുരങ്കം. ഒരു സ്ഥലത്തു നിന്ന് അപ്പുറത്തേക്ക് നമുക്ക് കടക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ അടിയിൽ കൂടാണ്, ആ ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള ഈ ബേസ്മെൻറ്റാണ്. ആ ബേസ്മെൻറ്റ് അടിയിൽ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിൽ കൂടെ ഈ ഭാഗത്ത് നിന്ന്, ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് എത്താൻ പറ്റും. ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ്, ഞങ്ങൾ വന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെത്തിയിരിക്കുകയാണ്. നല്ല പുൽത്തടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നുള്ള നല്ല മനോഹരമായ കാഴ്ചയാണ് ഈ രണ്ട് ബിൽഡിങ്ങിൻ്റെയും, പള്ളിയുടെയും ശവകുടീരത്തിൻ്റെയും. ബീജാപ്പൂരിലെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് ഇബ്രാഹിം റോസ.